കമ്മിറ്റി വിടാൻ പോകുന്നല്ലേ ഉള്ളു. അല്ല, ഈ മുഖ്യമന്ത്രിയുമായി ചർച്ച എപ്പോഴാണ്? കമ്മിറ്റി വിടാൻ മുഖ്യമന്ത്രി ചർച്ച എപ്പോഴാണ്? ഉച്ചയ്ക്ക് ചർച്ചയുണ്ടോ? ഉണ്ടാകും. അറിയില്ല. ചർച്ച ഉണ്ടാകുന്നില്ല. ഇപ്പോൾ സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24 പുറത്തുവിട്ട വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നു. ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിയുമായി ചർച്ചയുണ്ടാകും. മുഖ്യമന്ത്രി സിപിഐ നേതാക്കളുമായി ചർച്ച നടത്തുന്ന വിവരം സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് ചർച്ചയ്ക്ക് കളമൊരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സിപിഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്തെങ്കിലും ഒരു പ്രത്യേക തീരുമാനം പുതുതായി കൈക്കൊണ്ടിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന അതേ നിലപാട് നിൽക്കുന്നു. ഇതുവരെയുള്ള സ്ഥിതിഗതികൾ സെക്രട്ടേറിയറ്റ് യോഗം അവലോകനം ചെയ്തു. അങ്ങനെ അവലോകനം ചെയ്യുമ്പോൾ സിപിഎമ്മിന്റെ ഭാഗത്തു നിന്ന് ചില ചർച്ചയ്ക്കുള്ള നീക്കങ്ങൾ നടക്കുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സംസാരിക്കാമെന്ന് പറയുന്നു. ഉച്ചയ്ക്ക് ആലപ്പുഴയിൽ വെച്ച് തന്നെ ചർച്ച നടക്കും. മിക്കവാറും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ആലപ്പുഴ ഗസ്റ്റ് ഹൗസ് ആയിരിക്കും ചർച്ചയ്ക്ക് വേദിയാവുക. മുഖ്യമന്ത്രി ഇവിടേക്കാണ് വരുന്നത്. അതിനു മുമ്പ് മുഖ്യമന്ത്രിക്ക് 2 പരിപാടികൾ കായംകുളത്തും ഒപ്പം തന്നെ തോട്ടപ്പള്ളിയിലുമുണ്ട്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് ഇവിടേക്ക് വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ ചർച്ചയ്ക്ക് കളമൊരുങ്ങാൻ പോകുന്നത്. എന്തായാലും ചർച്ച നടക്കുമെന്ന കാര്യം ഇപ്പോൾ സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്ഥിരീകരിച്ചിരിക്കുന്നു. പക്ഷേ ശ്രീത്ത ചർച്ചയിൽ എന്ത് ചർച്ച ചെയ്യും എന്ന ചോദ്യം ഇപ്പോഴും അങ്ങനെ വലിയ ചോദ്യമായി നിൽക്കുകയാണല്ലോ. കാര്യം ഈ PMC പദ്ധതി നടപ്പാക്കിയാൽ കുട്ടികളുടെ ഭാവി അവതാളത്തിലാകുമോ? നേരത്തെ ഇല്ല, ഈ പറഞ്ഞ പ്രഭാത് പട്നായിക്കിന്റെ 6 സമിതി വിശദമായി പഠിച്ച് 49 പേജിൽ പഠിച്ച് ഇപ്പോഴും സർക്കാർ വെബ്സൈറ്റിൽ കിടക്കുന്നത് പോലെ ഗുരുതരമായ പ്രശ്നങ്ങൾ അതിൽ ഉണ്ടാകുമോ എന്ന ചർച്ചയ്ക്കൊന്നും ഇനി പ്രസക്തിയില്ല. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് നമ്മൾ ഇടത് നയം ബലി കഴിച്ചത് പണം വാങ്ങാൻ പോകുന്നു, അത് ശരിയാണോ എന്ന ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഒപ്പിട്ട് കഴിഞ്ഞു, CPI അറിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിക്കും എന്ത് മറുപടിയാണ് CPI കൊടുക്കാനുണ്ടാവുക? ശ്രീത്, തീർച്ചയായും ഹാഷ്മി, അത് തന്നെ വളരെ പ്രസക്തമായ കാര്യമാണ്. ചർച്ച ഈ നമ്മൾ നേരത്തെ പറയുന്ന പോലെ പശു ചത്തു മോരിലെ പുളിയും പോയി എന്ന് പറയുന്ന പോലെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. ധാരണാപത്രത്തിൽ ഒപ്പിട്ടു, പണം വാങ്ങാൻ തീരുമാനിച്ചു. അവിടെ രാഷ്ട്രീയ നയം ബലികഴിച്ചുകൊണ്ട് ആണ്, അതോടെ തന്നെ മന്ത്രിസഭയെയും മുന്നണിയെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് തീരുമാനമെടുത്തത് എന്ന യാഥാർത്ഥ്യം അവിടെ യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുകയാണ്. ആ കാര്യത്തിലേക്ക് ഒരു റോൾ ബാക്ക്, ഒരു തിരിച്ചുപോക്ക് ഇനിയില്ല. പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകണം, പദ്ധതിയിൽ നിന്ന് പിന്മാറണം എന്നതാണ് CPIയുടെ ആവശ്യം. എന്നാൽ പണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നയം ബലികഴിക്കാൻ CPI തീരുമാനിച്ചപ്പോൾ CPIM തീരുമാനിച്ചപ്പോൾ അവിടെ മറിച്ചൊരു കാര്യം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞപ്പോൾ മന്ത്രി GR അനിൽ പുറത്തേക്ക് വരികയാണ്. പ്രശ്നപരിഹാരം ഇല്ല, അതൊക്കെ സെക്രട്ടറിയുടെ ചർച്ചയ്ക്ക് ശേഷം അറിയാൻ പറ്റും. എന്താണ് ചർച്ച ഉണ്ടെന്നില്ല? അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് പ്രത്യേകിച്ച് തീരുമാനമൊന്നും നമ്മൾ എടുത്തിട്ടില്ല അല്ലേ? അതൊന്നും സീത്തെ പറയുന്ന ആളല്ലല്ലോ നമ്മള്. അപ്പോൾ പറയേണ്ടതെല്ലാം പാർട്ടി സെക്രട്ടറി പറയും, എക്സിക്യൂട്ടീവ് കഴിഞ്ഞിട്ട് പറയും. അങ്ങ് നിങ്ങൾ കാണുന്ന തിടുക്കമൊന്നും നമ്മൾ കാണുന്നില്ല. ഹാഷ്മി, ഇതാണ് മാധ്യമങ്ങൾക്കുള്ള തിടുക്കം. ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ CPIക്ക് ഇല്ല എന്നാണ് ദേശീയ കൌൺസിൽ അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ GR അനിലിന്റെ പ്രതികരണം. അതായത് ഈ വളരെ തിടുക്കത്തിൽ പ്രശ്നം പരിഹരിക്കുന്ന ഒരു സാഹചര്യമില്ല. ചർച്ചയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ 2 കൂട്ടർക്കും മുഖം രക്ഷിക്കാൻ ഉതകുന്ന ഒരു ഫോർമുലയിലേക്ക് എങ്ങനെ എത്തുമെന്നത് പ്രശ്നമാണ്. അവിടെയും ഹാഷ്മി ചൂണ്ടിക്കാണിച്ച പ്രശ്നം പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നു. ഇതിലെ പ്രശ്നം ഇത് ഏറ്റവും നിർണായകമായ ഒരു നയപരമായ ഷിഫ്റ്റാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷവും ഇത് RSS അജണ്ടയാണ്, ഇത് കുട്ടികളുടെ തലയിൽ വർഗീയത കുത്തിവെക്കാനുള്ള പണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മറ്റാരുമല്ല CPMഉം CPIയും ഇടത് നേതാക്കൾ തന്നെയാണ്. അവർ പ്രബന്ധ സമാഹാരങ്ങൾ രചിച്ചത്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരൊറ്റ ഉദ്യോഗസ്ഥ വിചാരിച്ചങ്ങ് ഒപ്പിട്ടു, രാഖി രാമനെ പോയി ഒപ്പിട്ടു എന്ന് അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല, CPI വിശ്വസിക്കില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥയ്ക്ക് ഒരു സസ്പെൻഷൻ കൊടുത്ത് ഈ പറഞ്ഞ മുഖം രക്ഷിക്കാം എന്ന് കരുതുക സാധ്യമാണോ ശ്രീത്? ഒരിക്കലുമല്ല. ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പ് സെക്രട്ടറിക്ക് ധാരണാപത്രത്തിൽ ഒപ്പിടാനുള്ള അനുമതി നൽകിയത്. മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഈ വകുപ്പ് മന്ത്രിയോ അറിയാതെ ഇങ്ങനൊരു തീരുമാനമെടുക്കുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് വസ്തുതയ്ക്ക് നിരക്കുന്നതുമായിരിക്കില്ല. ഇവിടെ ഈ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ ദേശീയ വിദ്യാഭ്യാസ നയം വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള സംഘപരിവാറിന്റെ ആസൂത്രിതമായ ശ്രമമാണ്. കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ പിടികൂടി അവരെ വർഗീയ അജണ്ടയിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന കാര്യം കേരളത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ പൊതുബോധമാക്കി ഊട്ടിയുറപ്പിച്ചത് LDFന്റെ CPIMന്റെ CPIയുടെയൊക്കെ പ്രചരണമായിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന മധുര പാർട്ടി കോൺഗ്രസിൽ പോലും ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടുള്ള വലിയ ചർച്ചകളും പ്രമേയങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പോൾ വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം പ്രധാന ഘടകമായ PMC പദ്ധതിയെ വാരിപ്പുണരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ രാഷ്ട്രീയ നയത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ നയം ബലികഴിച്ചും 1460 കോടി രൂപ എന്ന
പണത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് LDF-ന് ശ്രദ്ധ എന്ന് വരുമ്പോൾ LDF-ന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അതിന്റെ ആത്മാവ് ചോർന്നു പോകുന്ന പ്രശ്നം. അതൊക്കെയാണ് അതിൽ നിർണായക പ്രശ്നം. മാത്രമല്ല ഈ കരാർ ഒപ്പിടുന്നതിന് 3 നാൾ മുമ്പും CPM-ന്റെ ദേശീയ സെക്രട്ടറി പറഞ്ഞത് ഇത് ഒപ്പിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഇടതുനയമല്ല എന്നാണ് പറഞ്ഞത്. അത് ഒന്നുകിൽ CPM-ന്റെ ദേശീയ സെക്രട്ടറി ആൾക്കാരെ പറഞ്ഞു പറ്റിച്ചു, അല്ലെങ്കിൽ CPM-ന്റെ ദേശീയ സെക്രട്ടറി പോലും അറിഞ്ഞിട്ടില്ല. നിർണായകമായ ചോദ്യങ്ങളുണ്ട്. ഉത്തരം ഈ പറഞ്ഞ ചർച്ചയിലൊക്കെ ഉണ്ടാവുമെന്ന് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.